ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൻ്റണി വേസ്റ്റ് IPO സംസാരിക്കുന്നത്. ഈ IPO 21 ഡിസംബർ 2020 ആരംഭിക്കുന്നത്. ഇത് തീരുന്നത് അല്ലെങ്കിൽ ഈ IPO തീരുന്നത് 23 ഡിസംബർ 2020. ഇനി ഈ IPO മുമ്പും മാർക്കറ്റിൽ വന്നതാണ്. അന്ന് ഈ IPO അണ്ടർ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഈ IPO മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത്. അതായത് 4 മാർച്ച് 2020 മുതൽ 6 മാർച്ച് 2020 വരെയായിരുന്നു ഈ IPOയുടെ പ്രീവിയസ് ഡേറ്റ്. ഈ IPOയിൽ സബ്സ്ക്രിപ്ഷൻ നല്ല രീതിയിലുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ റെസ്പോൺസ് കാണാത്തതുകൊണ്ട് ഈ IPOയുടെ ഡേറ്റ് ഏകദേശം 16 മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അന്നത്തെ സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിറ്റെയിൽ ഇൻവെസ്റ്റിംഗ് കാറ്റഗറിയിൽ ഈ IPO 0.38 ടൈംസ് ആണ് സബ്സ്ക്രൈബ് ആയത്. അതായത് ടോട്ടൽ IPOയുടെ പെർഫോം നോക്കുകയാണെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള IPO ആയിരുന്നു. അതായത് 0.50% സബ്സ്ക്രൈബ് ആയത്. അതുപോലെ തന്നെ അതിൽ റിറ്റെയിൽ കാറ്റഗറിയിൽ 0.38% സബ്സ്ക്രൈബ് ആയത്. അതിനുശേഷം ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഈ IPO വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് വളരെ ബുള്ളിഷാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന IPOകളെല്ലാം ബമ്പർ റിട്ടേൺ ആണ് നേടിയത്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മന്തിൽ കണ്ട ബർഗർ കിങ്ങിൻ്റെ IPOയും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ബെക്ടേഴ്സിൻ്റെ IPOയും ഒക്കെ ബെക്ടേഴ്സ് ഫുഡ് IPOയും ഒക്കെ നോക്കുകയാണെങ്കിൽ 198 ടൈംസ് ആണ് ബെക്ടേഴ്സ് ഫുഡ് IPO സബ്സ്ക്രൈബ് ആയത്. അതായത് അത്രയ്ക്ക് വലിയ ഒരു സ്ട്രോങ് ബിസിനസ് മോഡലോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റലോ ഇല്ലാത്തൊരു കമ്പനിക്ക് കൂടി ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് ഈ IPO രണ്ടാമതായി ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി നമ്മൾക്ക് ആദ്യം കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാം. അതായത് ആൻ്റണി വേസ്റ്റ് IPO എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റികളിൽ നിന്നെല്ലാം വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റീസ് അതോറിറ്റീസ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആൻ്റണി വേസ്റ്റ് IPO. ആൻ്റണി വേസ്റ്റ് IPOയുടെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ആൻ്റണി വേസ്റ്റ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ വർക്കിംഗ് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 4 സെക്ടറിൽ അല്ലെങ്കിൽ 4 സർവീസ് സെക്ടറുകളിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഒന്ന് വേസ്റ്റ് കളക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ, രണ്ടാമത്തേത് റോഡുകളുടെയും മറ്റുമൊക്കെ മെക്കാനിക്കൽ സ്വീപ്പിംഗ് ആൻഡ് നോൺ മെക്കാനിക്കൽ സ്വീപ്പിംഗ്, മൂന്നാമത്തേത് വേസ്റ്റ് പ്രോസസ്സിങ്ങും, നാലാമത്തേത് വേസ്റ്റ് ടു എനർജി കൺവേർഷൻ എന്നിങ്ങനെ 4 സെക്ടറുകളിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ കമ്പനി ലാൻഡ് ഫില്ലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട്. ഇനി IPOയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഇതൊരു ഓഫർ ഫോർ സെയിൽ IPOയും ആണ്. അതുപോലെ തന്നെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് നോക്കുകയാണെങ്കിൽ 85 കോടി രൂപയുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് നടത്തുന്നത്. ഓഫർ ഫോർ സെയിൽ വഴി ഏകദേശം ഇതിൻ്റെ മൗറീഷ്യസിലുള്ള പ്രൊമോട്ടേഴ്സാണ് അവരുടെ ഇക്വിറ്റി ഷെയറുകൾ വിറ്റഴിക്കുന്നത്. ഇനി IPOയുടെ പ്രൈസ് ബാൻഡിനെ കുറിച്ച് സംസാരിക്കാം. അതായത് 313 മുതൽ 315 വരെയാണ് IPOയുടെ പ്രൈസ് ബാൻഡ്. അതായത് ലോവർ പ്രൈസ് ബാൻഡ് 313ഉം അപ്പർ പ്രൈസ് ബാൻഡ് 315ഉമാണ്. ഇനി IPOയെക്കുറിച്ചുള്ള മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഈ IPO കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് നോക്കാം. ഈ IPO കൊണ്ടുവരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, കമ്പനി അതിൻ്റെ ഡെപ്റ്റ് കുറയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തേത്, ഈ കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയുമാണ്. അതായത് വേസ്റ്റ് ടു എനർജി പ്രോജക്റ്റ് അറ്റ് പിംപ്രി ചിഞ്ച്വാഡ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഈ സ്ഥലത്ത് അവരുടെ വേസ്റ്റ് ടു എനർജി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ IPO ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി IPOയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതായത് പ്രൈസ് ബാൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. 313 മുതൽ 315ഉം IPOയുടെ ഓപ്പണിംഗ് ഡേറ്റ് 21 ഡിസംബർ 2020ഉം IPOയുടെ ക്ലോസിംഗ് ഡേറ്റ് 23 ഡിസംബർ 2020ഉമാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഫിനാൻഷ്യൽ ഇയറിൽ 2018ലും ഫിനാൻഷ്യൽ ഇയർ 2019ലും ഒക്കെ നടത്തിയത്. അതിനുശേഷം 2020 കമ്പനി എക്സെപ്ഷണൽ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തി. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ 2018 ഫിനാൻഷ്യൽ ഇയറിൽ 398 മില്യൺ ആയിരുന്നു. 2019 ഫിനാൻഷ്യൽ ഇയറിൽ അത് 346 മില്യണായി കുറഞ്ഞു. 2020 ഫിനാൻഷ്യൽ ഇയറിൽ അത് 620 മില്യണായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കി നമ്മൾക്കൊരിക്കലും ഈ കമ്പനിയെ ആക്യുറേറ്റ് ആയിട്ട് വിലയിരുത്താൻ പറ്റുകയില്ല. കാരണം ഇനിയുള്ള ബാക്കിയുള്ള പെർഫോമൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ കമ്പനിയെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഇനി
കമ്പനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡീമെറിറ്റായിട്ട് ഞാൻ കാണുന്നത് കമ്പനിയുടെ മുകളിലുള്ള ഹെവി ഡെപ്റ്റ് അല്ലെങ്കിൽ കടമാണ്. 2018 152 കോടി കടമുണ്ടായിരുന്ന ഈ കമ്പനി 2020 ആയപ്പോൾ 209 കോടി രൂപയുടെ കടമായി. അതായത് കടവും വളരെ വലിയ രീതിയിൽ കൂടുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു നെഗറ്റീവ് ഫാക്റ്റ്. ഇനി ഈ കമ്പനിയെക്കുറിച്ചും അതിൻ്റെ ബിസിനസ് മോഡലിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഈ കമ്പനിയുടെ വാല്യുവേഷനെ കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപേ തന്നെ ഈ കമ്പനിയുടെ ചില പോസിറ്റീവ് ഫാക്റ്റുകളും അതുപോലെ തന്നെ നെഗറ്റീവ് ഫാക്റ്റുകളും നമ്മൾക്ക് IPOയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പോസിറ്റീവ് ഫാക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് ഫാക്റ്റുകൾ, ഒന്നാമത്തെ പോസിറ്റീവ് ഫാക്റ്റ്, ഈ കമ്പനി അതായത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. കൂടാതെ ഫസ്റ്റ് സെക്ടറിൽ നിൽക്കുന്ന കമ്പനി ഏകദേശം കമ്പനിയുടെ പേര് രാംകി എൻവിറോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനി അത്രയ്ക്ക് വളരെ വലിയ ഒരു ഡിഫറൻസാണ് നമ്മൾക്ക്, അതായത് വേസ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിൽ വളരെ വലിയ ഒരു ഡിഫറൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ കമ്പനിയുടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ വർക്കിംഗ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന ഫീൽഡിലുള്ള എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ്. അതിന് ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ഈ കമ്പനി അതിൻ്റെ പ്രോജക്റ്റുകൾ, അതായത് ഈ കമ്പനിയുടെ കറണ്ട് പ്രോജക്റ്റുകളെ കുറിച്ച് നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. ഏകദേശം 17ഓളം പ്രോജക്റ്റുകൾ ഈ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റുകളെല്ലാം പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മുംബൈ, ഗ്രേറ്റർ നോയിഡ, ഡൽഹി തുടങ്ങിയ ഭാഗങ്ങളിലാണ്. അതുകൂടാതെ ഈ IPO കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ കമ്പനി അതായത് പിംപാരി ചിഞ്ച്വാഡ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് ടു എനർജി കൺവേർഷൻ പ്ലാന്റിൻ്റെ പ്രൊജക്ഷന് വേണ്ടി അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. ഇനി ഇതിൻ്റെ ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് പോയിന്റ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വർക്കിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മെയിൻ ജോബിലുള്ള എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ്. അതിനെക്കുറിച്ച് ഉദാഹരണമായി പറയുന്നത് കഞ്ചുമർഗ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് ഈ കമ്പനി നിർമ്മിച്ച ലാൻഡ് ഫില്ലാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ വേസ്റ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് ആയിട്ടാണ് ഈ പ്ലാന്റിനെ കണക്കാക്കുന്നത്. അതായത് മുംബൈ എന്ന് പറയുന്ന പട്ടണത്തിൽ ഏകദേശം 70% ജനറേറ്റ് ആകുന്ന വേസ്റ്റുകൾ ഒറ്റ പ്രോസസ്സിംഗ് പ്ലാന്റിൽ സംസ്കരിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ഇത്. അതായത് ഇതിൻ്റെ വർക്കിംഗ് ഫീൽഡിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോം നടത്തുന്ന കമ്പനിയാണ്. പിന്നീട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അർബനൈസേഷൻ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റികളിലും അവരുടെ പോപ്പുലേഷൻസും ഒക്കെ കൂടുതലാണ്. കൂടുതൽ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് വേസ്റ്റ് ജനറേറ്റ് ആകുന്ന വേസ്റ്റുകളും കൂടും. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലുള്ള കമ്പനികൾ വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു പ്രോമിസിങ് ബിസിനസ് മോഡലാണെന്ന് കൂടി പറയാം. കൂടാതെ സ്വച്ഛ് ഭാരത് തുടങ്ങിയ ഗവൺമെൻറ് എയ്ഡഡ് പ്രോജക്റ്റുകളും ഈ കമ്പനിയുടെ റവന്യൂ കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു ഫാക്റ്റാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഈ കമ്പനിയുടെ PE വാല്യൂയാണ്. അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറിലെ ഒരു കമ്പനി പോലും ഇതുവരെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറിൽ ലിസ്റ്റഡ് ആകുന്ന ആദ്യത്തെ കമ്പനിയാണ്. ഇനി കമ്പനിയുടെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 12.35% കമ്പനിയുടെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. ഇതും വളരെ ഒരു അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ഈ സ്റ്റോക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫാക്റ്റ്. ഇനി കമ്പനിയുടെ നെഗറ്റീവ് ഫാക്റ്റ് നോക്കാം. ഒന്നാമത്തെ നെഗറ്റീവ് ഫാക്റ്റ് നമ്മൾക്കെല്ലാവർക്കും അറിയാം, മുനിസിപ്പൽ അതോറിറ്റിയാണ് കമ്പനിക്ക് ഔട്ട്സോഴ്സിങ്ങിനുള്ള കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്നും ഇതിൻ്റെ റവന്യൂവിൽ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള ക്ലയൻറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ഇത് പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 17ഓളം പ്രോജക്റ്റുകൾ കമ്പനിയുടെ കയ്യിലുണ്ട്. ഈ പ്രോജക്റ്റുകൾ ഈ കമ്പനിയുടെ കയ്യിൽ നിന്നും മറ്റു കമ്പനികളിലേക്ക് എത്തുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ കമ്പനിയുടെ ഇൻകവും റവന്യൂവും ഒക്കെ കുറയും. അതായത് ഒരു വലിയ ഒരു ക്ലയൻറ്റ് ബേസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസ്യൂമർ നീഡ്നെസ്സോ ഈ കമ്പനിക്കില്ല. അത് ഈ കമ്പനിയുടെ റവന്യൂവിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓക്കെ ആണെങ്കിലും ഫ്യൂച്ചറിൽ ഇതിൻ്റെ റവന്യൂവിനെ അഫക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസാണ്. പിന്നീട് വരുന്നത് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ആണ്. അതായത് നമ്മൾക്കറിയാം, മുനിസിപ്പാലിറ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ബയാസ്ഡ് അതോറിറ്റി ആയിരിക്കും. അവിടെ നമ്മൾക്ക് ഇന്ന ഒരു കമ്പനിക്ക് മാത്രം എപ്പോഴും കോൺട്രാക്റ്റ് കിട്ടണമെന്നുമില്ല. അതും ഗവൺമെൻറ് മാറുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ ആളുകളുടെ ഡിസിഷൻ അനുസരിച്ചും മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ നെഗറ്റീവായിട്ടുള്ള പോയിന്റ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സെക്ടറിൽ ഏകദേശം 20 വർഷത്തോളം വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്പനിയുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുമ്പോൾ ഈ കമ്പനിക്ക് ഓർഡറുകൾ കൂടുതൽ കിട്ടാനും ഇത് സഹായിക്കുന്ന ഒരു ഫാക്ടറായിട്ട് തന്നെയാണ് നമ്മൾക്ക് കണക്കാക്കേണ്ടത്.
ഇനി നമ്മൾക്ക് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് പോകാം. കൺക്ലൂഷനിൽ നമ്മൾ ഈ IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ എന്ന പർപ്പസോട് കൂടി നമ്മൾക്ക് ഈ IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അത് മാർക്കറ്റിൻ്റെ റെസ്പോൺസ് അറിഞ്ഞതിന് ശേഷം മാത്രം എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ആൾറെഡി ഈ IPO ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ഫെയിൽഡ് IPO കാറ്റഗറിയിൽ വന്ന IPO ആയിരുന്നു. അത് വീണ്ടും ഇപ്പോഴുള്ള ഒരു ബുൾ മാർക്കറ്റിൽ രണ്ടാമത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് മിനിമം ഒരു ലിസ്റ്റിംഗ് ഗെയിനായിട്ട് 15% മുതൽ 20% വരെയുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ലോങ് ടൈം ആയിട്ട് ഈ കമ്പനിയിൽ തുടരണമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾറെഡി ഇപ്പോൾ തന്നെ ഞാൻ ഈ കമ്പനിയുടെ നെഗറ്റീവ് ഫാക്റ്റുകൾ, അതായത് നെഗറ്റീവ് ഫാക്റ്റുകളും പോസിറ്റീവ് സ്ട്രെങ്തുകളും അനാലിസിസ് ചെയ്തു. അതായത് ഫ്യൂച്ചറിൽ ഈ കമ്പനിക്ക് പ്രോജക്റ്റുകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു കാര്യത്തിലും ഉറപ്പ് പറയാൻ കഴിയുകയില്ല. പക്ഷേ കമ്പനിയുടെ പെർഫോമൻസും എക്സ്പീരിയൻസും നോക്കുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഹോൾഡിംഗ് എന്ന് പറയുന്ന ലോങ് ടൈം പർപ്പസോടുകൂടി ഈ കമ്പനിയെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത് ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.